ISIS എന്ന് പറയുന്ന സംഘടന ഉണ്ടല്ലോ, ആ സംഘടനയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അത് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ജിഹാദി സംഘടനയാണ് എന്നുള്ള രൂപേണയാണ് മൊത്തത്തിലൊരു വെപ്പ്. ഈ അടുത്ത് വളരെ വിശ്വസനീയമായ ഒരു മീഡിയ പുറത്തിട്ട ന്യൂസ് കാണാനിടയായി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ലിബിയയിൽ പിടിയിലായ ഒരു ISIS പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ പേര് അബു ഹഫ്സ് അങ്ങനെയാണ്. പക്ഷേ വളരെ തീവ്രമായ ചോദ്യത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുണ്ടായി. അദ്ദേഹം ഒറിജിനൽ ഇസ്രായേലി പൗരനുമാണ്. മാത്രമല്ല ഇസ്രായേലിന്റെ മൊസാദിന്റെ സ്പെഷ്യൽ യൂണിറ്റിൽ വർക്ക് ചെയ്ത ഒരു ഏജന്റ് കൂടിയാണ് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു ഫാക്ട് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ISIS എന്ന് പറയുന്ന സംഘടന ഇസ്ലാമികമാണ് എന്നാണല്ലോ അവരുടെ വാദം. അങ്ങനെയെങ്കിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്നുള്ളത് ഈ ജൂതന്മാരാണ്. ഈ ജൂയിഷ് ഐഡിയോളജിയോടാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ ശത്രുത പുലർത്തുന്നത്. അപ്പോൾ ഈ ജൂയിഷ് കൺട്രി ആയിട്ടുള്ള ഇസ്രായേൽ എന്തുകൊണ്ട് ഇന്ന് വരെ ISIS ബോംബിട്ടില്ല എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. മാത്രമല്ല മറ്റു ചെറിയ ചെറിയ രാജ്യങ്ങളായ ഇസ്ലാമിക രാജ്യങ്ങളായ സിറിയ, അതുപോലെ ലിബിയ, വിശുദ്ധ നഗരങ്ങൾ, പിന്നെ ജെറൂസലം, അങ്ങനെ ഒരുപാട് കൺട്രികളിൽ ഈ ISIS ബോംബ് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത്തരം ഫാക്ടുകളൊക്കെ വിരൽ ചൂണ്ടുന്നത് ISIS എന്നുള്ളത് ഒരു ഇസ്രായേലി മൊസാദ് അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണോ എന്നതും കൂടിയാണ്.